Turning our Bibles to Acts of Apostles chapter 5. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 5-ാം അധ്യായത്തിലേക്ക് നമ്മുടെ വേദപുസ്തകങ്ങളെ തിരിക്കാം. Verse 38 and 39. 38-39 വാക്യങ്ങൾ. ആകയാൽ ഈ മനുഷ്യരെ വിട്ട് ഒഴിഞ്ഞുകൊള്ളുവീൻ എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ഈ ആലോചനയോ പ്രവൃത്തിയോ മാനുഷ്യമെന്ന് വരികിൽ അത് നശിച്ചു പോകും. ദൈവികമെങ്കിലോ നിങ്ങൾക്ക് അത് നശിപ്പിക്കാൻ കഴിയുകയില്ല. നിങ്ങൾ ദൈവത്തോട് പോരാടുന്നു എന്ന് വരരുതല്ലോ എന്ന് പറഞ്ഞു. And now I say unto you, refrain from these men and let them alone. For if this counsel or this work be of men, it will come to naught. But if it be of God, he cannot overthrow it. Lest happily ye be found even to fight against God. This is the counsel which given by Gamaliel. ഇത് ഗമാലിയേൽ നൽകിയ ആലോചനയാകുന്നു. He was a teacher. താൻ ഒരു ഉപദേഷ്ടാവായിരുന്നു. He was a doctor of law. താൻ ഒരു ന്യായശാസ്ത്രിയായിരുന്നു. He was a Pharisee as well. താൻ ഒരു പരീശനും കൂടിയായിരുന്നു. He representing liberal wing of Pharisees. താൻ പരീശന്മാരുടേതായ ഒരു വലതുപക്ഷത്തെ താൻ പ്രതിനിധീകരിച്ചിരുന്നു. He was a man had a good understanding about God and religious things. ദൈവത്തെക്കുറിച്ചും മതപരമായ കാര്യങ്ങളെക്കുറിച്ചും ഒക്കെയും നല്ലൊരു പരിജ്ഞാനം ഉള്ള ഒരു വ്യക്തിയായിരുന്നു താൻ. He was a reputed person. താൻ വളരെ പ്രശസ്തനായ ഒരു വ്യക്തിയായിരുന്നു. Even Paul, while he was Saul, he studied from him only. പൗലോസ് ശൗലായിരുന്നപ്പോൾ അവന്റെ അടുക്കൽ നിന്നായിരുന്നു താൻ പഠിച്ചത്. He said he was my teacher. താൻ എന്റെ ഉപദേഷ്ടാവെന്ന് താൻ പറയുകയുണ്ടായി. He gave very good counsel. നല്ല ആലോചനയാകുന്നു ഈ ഗമാലിയേൽ നൽകുന്നത്. This was a counsel given for all ages. ഇത് എല്ലാ കാലങ്ങൾക്കും വേണ്ടിയുള്ള ഒരു ആലോചനയാകുന്നു. It is not only for them, for us also he has given. അത് അവർക്ക് വേണ്ടിയുള്ളത് മാത്രമല്ല നമുക്ക് വേണ്ടിയും കൂടിയാകുന്നു. We can apply it throughout our life. നമ്മുടെ ജീവിതത്തിലും നമ്മുടെ ജീവിതത്തിലുടനീളം നമുക്ക് അതിനെ പ്രായോഗികമാക്കുവാൻ കഴിയും. Or we can take a warning through this verse. ഇല്ല എങ്കിൽ ഈ വചനത്തിലൂടെ നമുക്കൊരു താക്കീതെടുക്കുവാൻ കഴിയും. We must not fight against God. നാം ദൈവത്തിന് വിരോധമായി പോരാടരുത്. Verse 39 says, if it be of God, he cannot overthrow it. 39-ാം വാക്യം ഇപ്രകാരം പറയുന്നു, ദൈവികമെങ്കിലോ നിങ്ങൾക്കത് നശിപ്പിക്കാൻ കഴിയുകയില്ല. Lest happily ye be found even to fight against God. നിങ്ങൾ ദൈവത്തോട് പോരാടുന്നു എന്ന് വരരുതല്ലോ. Or in other words he says, don't fight against God. ഇല്ല എങ്കിൽ മറുവാക്കിൽ താൻ ഇപ്രകാരം പറയുന്നു, ദൈവത്തോട് നിങ്ങൾ പോരാടരുത്. In these days, in our life, this must be in our mind. ഈ നാളുകളിൽ നമ്മുടെ മനസ്സിൽ ഇത് ഉണ്ടായിരിക്കണം. We should not fight against God. നാം നമ്മുടെ ദൈവത്തിന് വിരോധമായി പോരാടരുത്. Many times, without our knowledge, we fight against God. പലപ്പോഴും നാം നമുക്ക് അറിയാതെ തന്നെ നാം ദൈവത്തോട് പോരാടുന്നു. There are so many things. വിവിധ കാര്യങ്ങളുണ്ട്. Because of that, sometimes knowingly, sometimes unknowingly, we fight against God. അതുമൂലമായിട്ട് അറിഞ്ഞോ അറിയാതെയോ നാം ദൈവത്തോട് പോരാടുന്നു. Some deliberately, some secretly. ചിലർ മനഃപൂർവ്വമായിട്ട്, മറ്റു ചിലർ രഹസ്യമായിട്ട്. Some visibly, some invisibly. മറ്റു ചിലർ ദൃശ്യമായി, മറ്റു ചിലർ അദൃശ്യമായി. But it starts in a very simple way. എങ്കിലുമോ അത് വളരെ ലളിതമായ കാര്യത്തിലാകുന്നു തുടങ്ങുന്നത്. But devil takes that person into twists and turns. Finally, they become fighters against God. എങ്കിലുമോ പിശാച് അവനെ അപ്രകാരം ചുറ്റി വളഞ്ഞ് ദൈവത്തിന് വിരോധമായി പോരാടുന്നവനാക്കി തീർക്കുന്നു. Because we are in the busy scheduled world, many times our mind is occupying with the things of this world. എന്തുകൊണ്ടെന്നാൽ നാം വളരെ തിരക്ക് പിടിച്ച ഒരു ലോകത്തിലാകുന്നു ജീവിക്കുന്നത്. എല്ലായ്പ്പോഴും നമ്മുടെ മനസ്സ് അങ്ങനെയുള്ള കാര്യങ്ങളിൽ വ്യാപൃതരാകുന്നു. This devil, it begins to motivate to forget God first. പിശാച് ആദ്യമായിട്ട് ദൈവത്തെ മറന്നു കളയുവാൻ തക്കവണ്ണം നമ്മെ പ്രേരിപ്പിക്കുന്നു. In such a way, he put loads upon our life. ആ രീതിയിൽ അവൻ നമ്മുടെ ജീവിതത്തിന്മേൽ ഭാരം ഇറക്കി വെക്കുന്നു. Loads of this life. ഈ ലോകത്തിന്റെ ഭാരങ്ങൾ, or loads of family, കുടുംബ ഭാരങ്ങൾ, or burden of our body and future. നമ്മുടെ ശരീരത്തെക്കുറിച്ച്, ഭാവിയെക്കുറിച്ചുള്ള ഭാരങ്ങൾ, and so many burdens he put. അങ്ങനെ വിവിധങ്ങളായ ഭാരങ്ങൾ അവൻ വെക്കുന്നു. And when we start forgetting God, ദൈവത്തെ മറക്കുവാൻ തുടങ്ങുമ്പോൾ, or when we engage totally in worldly affairs, ഇല്ല എങ്കിൽ ഈ ലൗകികമായ കാര്യങ്ങളിൽ നാം മുഴുവനുമായും വ്യാപൃതരായി തീരുമ്പോൾ, slowly we start forgetting God. പതുക്കെയായിട്ട് നാം ദൈവത്തെ മറന്നു കളവാൻ തുടങ്ങുന്നു. That's why in Psalms 50 verse 22 when we read, അതുകൊണ്ടാകുന്നു 50-ാം സങ്കീർത്തനം 21-ാം വാക്യം പറയുന്നു, consider this that ye forget God. Now consider this, ye that forget God. ദൈവത്തെ മറക്കുന്നവരെ ഇത് ഓർത്തുകൊള്ളുവിൻ. Yes,
Consider this, ye that forget God. ദൈവത്തെ മറക്കുന്നവരെ ഇത് ഓർത്തുകൊള്ളുവിൻ. They have many other things to remember. Eventually, they start forgetting God. അവർക്ക് ഓർക്കുവാൻ അനേക കാര്യങ്ങളുണ്ട്. ക്രമേണയായി അവർ ദൈവത്തെ മറന്നു കളയുന്നു. Even godly people, they are indulging in this. ദൈവികരായ ജനം പോലും ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ വ്യാപൃതരാകുന്നു. In Job chapter 21, verse 7 to 15, when we read, യോബിന്റെ പുസ്തകം 21-ാം അധ്യായം 7 മുതൽ 15 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ here we read a group of people. ഇവിടെ ഒരു കൂട്ടം ജനത്തെക്കുറിച്ച് നാം വായിക്കുന്നു. They forgetting God. ദൈവത്തെ മറന്നു കളയുന്നവർ. They don't want God. അവർക്ക് ദൈവം വേണ്ട. Why? എന്തുകൊണ്ട്? In their life, they have so many other things to do. അവരുടെ ജീവിതത്തിൽ ചെയ്യുവാനായ അനേക കാര്യങ്ങളുണ്ട്. Job chapter 21, 7 onwards. യോബിന്റെ പുസ്തകം 21-ാം അധ്യായം 7 മുതൽ താഴോട്ട്. Wherefore do the wicked live, become bold, ye are mighty in power. ദുഷ്ടന്മാർ ജീവിച്ചിരുന്ന് വാർദ്ധക്യം പ്രാപിക്കുകയും അവർക്ക് ബലം വർദ്ധിക്കുകയും ചെയ്യുന്നത് എന്ത്? And their seed is established in their sight with them, and their offspring before their eyes. അവരുടെ സന്താനം അവരോടുകൂടി അവരുടെ മുമ്പിലും അവരുടെ വംശം അവർ കാണുകയും ഉറച്ചു നിൽക്കുന്നു. Their houses are safe from fear, neither is the rod of God upon them. അവരുടെ വീടുകൾ ഭയം കൂടാതെ സുഖമായിരിക്കുന്നു. ദൈവത്തിന്റെ വടി അവരുടെ മേൽ വരുന്നതുമില്ല. Their bull gendereth and faileth not, their cow cleaveth and casteth not her calf. അവരുടെ കാള ഇണചേരുന്നു, നിഷ്ഫലമാകുന്നില്ല. അവരുടെ പശു കിടാവിടുന്നു, കരു അഴിയുന്നതുമില്ല. They send forth their little ones like a flock, and their children dance. അവർ കുഞ്ഞുങ്ങളെ ആട്ടിൻകൂട്ടത്തെ പോലെ പുറത്തയക്കുന്നു, അവരുടെ പൈതങ്ങൾ നൃത്തം ചെയ്യുന്നു. In verse 13, they spend their days in wealth, and in a moment go down to the grave. 13-ാം വാക്യത്തിൽ അവർ സുഖമായി നാൾ കഴിക്കുന്നു, മാത്രം കൊണ്ട് പാതാളത്തിലേക്ക് ഇറങ്ങുന്നു. Therefore they say unto God, depart from us, for we desire not the knowledge of thy ways. അതുകൊണ്ട് അവർ ദൈവത്തോട് ഞങ്ങളെ വിട്ടുപോക, നിന്റെ വഴികളെ അറിയുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല എന്ന് പറയുന്നു. And what is Almighty that we should serve him? And what profit should we have if we pray unto him? ഞങ്ങൾ സർവശക്തനെ സേവിപ്പാൻ അവൻ ആർ, അവനോട് പ്രാർത്ഥിച്ചാൽ എന്ത് പ്രയോജനം എന്ന് പറയുന്നു. Many, they start forgetting God deliberately. അനേകരും ദൈവത്തെ വളരെ മനഃപൂർവ്വമായിട്ട് മറക്കുവാൻ ശ്രമിക്കുന്നു. We don't have time for living God. നമുക്ക് ജീവനുള്ള ദൈവത്തിന് സമയമില്ല. To pray, to understand, we don't have time. പ്രാർത്ഥിപ്പാനായി മനസ്സിലാക്കുവാനായി സമയമില്ല. They put him to the last. അവനെ ഏറ്റവും അവസാനത്തിലേക്ക് ഒതുക്കുന്നു. End of my life I will seek. എന്റെ ജീവിതത്തിന്റെ അവസാനത്തെങ്കിൽ ഞാൻ അന്വേഷിച്ചു. End of the day I will seek. ദിവസത്തിന്റെ അവസാനത്തെങ്കിൽ നോക്കിക്കൊള്ളാം. If I get time I will seek. എനിക്ക് സമയം കിട്ടിയാൽ അന്വേഷിച്ചുകൊള്ളാം. Simply they start forgetting. വെറുതെ അവർ മറക്കുവാൻ ശ്രമിക്കുന്നു. But what the word of God says? എങ്കിലുമോ ദൈവത്തിന്റെ വചനം എന്ത് പറയുന്നു? David says, I have set the Lord always before me. ദാവീദ് പ്രകാരം പറയുന്നു, ഞാൻ യഹോവയെ എന്റെ മുമ്പിൽ എല്ലായ്പ്പോഴും വയ്ക്കും. In another place it is written, all thy ways acknowledge him. മറ്റൊരു സ്ഥലത്ത് പ്രകാരം പറയുന്നു, നാളുകളൊക്കെയും ഞാൻ അവനെ അന്വേഷിക്കും. From morning till evening we must acknowledge in all our ways. രാവിലെ മുതൽ വൈകുന്നേരം വരെ നാം അവനെ സകല വഴികളിലും അവനെ അറിയണം. And if we look upon him, നാം അവനെ നോക്കുമ്പോൾ he will instruct us and teach us and guide us. അവൻ നമ്മെ ഉപദേശിക്കുകയും വഴി നടത്തി നമ്മെ നയിക്കുകയും ചെയ്യും. So we must pray this prayer, Lord help me to set thee always before me. അതുകൊണ്ട് നാം ഇപ്രകാരം പ്രാർത്ഥിക്കണം, കർത്താവേ എല്ലായ്പ്പോഴും നിന്നെ എന്റെ മുൻപിൽ വയ്ക്കുവാൻ സഹായിക്കണമേ. I should not forget thee. ഞാൻ അങ്ങയെ മറന്നു പോകരുത്. Throughout my day or throughout my life always I must be remembering you. എന്റെ ആയുഷ്കാലമൊക്കെയും എന്റെ നാളുകളൊക്കെയും ഞാൻ നിന്നെ ഓർത്തുകൊണ്ടേയിരിക്കണം. Second, രണ്ടാമത്, if they start forgetting God, അവർ ദൈവത്തെ മറക്കുവാൻ തുടങ്ങിയാൽ they become a haters of God. അവർ ദൈവത്തെ വെറുക്കുന്നവരായി തീരും. When they forget God, അവർ ദൈവത്തെ മറക്കുമ്പോൾ they don't praise God. അവർ ദൈവത്തെ സ്തുതിക്കുന്നില്ല. And that's why their heart become hardened or darkened. അതുകൊണ്ടാകുന്നു അവരുടെ ഹൃദയം വളരെ അന്ധകാരമായി പോകുന്നത്, അതൊക്കെയും കഠിനമായി തീരുന്നു. In Romans chapter 1 verse 21 when we read, റോമാലേഖനം 1-ാം അധ്യായം 21-ാം വാക്യം വായിക്കുമ്പോൾ, When they knew God, they glorified him not as God, neither were thankful, but became vain in their imaginations, and their foolish heart was darkened. അവർ ദൈവത്തെ അറിഞ്ഞിട്ടും അവനെ ദൈവമെന്ന് ഓർത്ത് മഹത്വീകരിക്കുകയോ നന്ദി കാണിക്കുകയോ ചെയ്യാതെ തങ്ങളുടെ നിരൂപണങ്ങൾ വ്യർത്ഥരായിത്തീരുന്നു. അവരുടെ വിവേകമില്ലാത്ത ഹൃദയം ഇരുണ്ടുപോയി. They knew God, they glorified him not as God. അവർ ദൈവത്തെ അറിഞ്ഞിരുന്നു, എങ്കിലുമോ ദൈവമെന്നോർത്ത് മഹത്വീകരിച്ചില്ല. Neither were thankful, നന്ദി കാണിക്കുകയും ചെയ്തില്ല. but become vain in their imaginations, their foolish heart was darkened. തങ്ങളുടെ നിരൂപണങ്ങളിൽ വ്യർത്ഥരായിത്തീർന്നു, അവരുടെ വിവേകമില്ലാത്ത ഹൃദയം ഇരുണ്ടുപോയി. Verse 28 says, 28-ാം വാക്യം പറയുന്നു, even they did not like to retain God in their knowledge. ദൈവത്തെ പരിജ്ഞാനത്തിൽ ധരിപ്പാൻ പോലും അവർക്ക് ഇഷ്ടമില്ലായിരുന്നു. Or they don't like to remember God in their mind. ഇല്ലെങ്കിൽ അവരുടെ മനസ്സിൽ ദൈവത്തെ ഓർക്കുവാൻ അവർക്ക് ആഗ്രഹമില്ലായിരുന്നു. So God gave them to reprobate mind, അതുകൊണ്ട് ദൈവം അവർക്ക് നികൃഷ്ട ബുദ്ധിയിൽ ഏൽപ്പിച്ചു. to do those things which are not convenient. ദൈവം അവരെ ഉചിതമല്ലാത്തത് ചെയ്യുവാൻ തക്കവണ്ണം, They being filled with unrighteousness, fornication,
wickedness, covetousness, maliciousness, full of envy, murder, debate, deceit, malignity, whisperers. അവർ സകല അനീതിയും ദുഷ്ടതയും അത്യാഗ്രഹവും ദുർബുദ്ധിയും നിറഞ്ഞവർ, അസൂയ, കുല, പിണക്കം, കപടം, ദുശീലം എന്നിവ തിങ്ങിയവർ, And backbiters, haters of God. കുരളക്കാർ, ഏഷ്ണിക്, ദൈവദ്വേഷികൾ. When they don't praise God, ദൈവത്തെ സ്തുതിക്കാത്തപ്പോൾ they start hating God. അവർ ദൈവദ്വേഷികളായി തീരുന്നു. Not only their foolish heart become darkened, അവരുടെ വിവേകമില്ലാത്ത ഹൃദയം ഇരുണ്ടുപോകുക മാത്രമല്ല, not only they lose the presence of God, ദൈവ സാന്നിധ്യം നഷ്ടമാക്കുക മാത്രമല്ല, they don't retain God in their mind. ദൈവത്തെ അവരുടെ മനസ്സിൽ വെക്കുന്നില്ല. Eventually, in works, they become haters of God. ക്രമേണയായി അവരുടെ പ്രവൃത്തികളിൽ അവർ ദൈവദ്വേഷികളായി തീരുന്നു. They don't want to become haters, അവർക്ക് വെറുക്കുന്നവരായി തീരുവാൻ ആഗ്രഹമില്ല. but they don't praise God, they don't retain God. That makes them to forget God. എങ്കിലുമോ ദൈവത്തെ സ്തുതിക്കുന്നില്ല, ദൈവത്തെ അവരുടെ മനസ്സിൽ വെക്കുന്നില്ല. അതുകൊണ്ട് അവർ ആത്യന്തികമായി ദൈവദ്വേഷികളായി തീരുന്നു. They become haters of God. അവർ ദൈവത്തെ വെറുക്കുന്നവരായി തീരുന്നു. In their life, all joy goes out. അവരുടെ ജീവിതത്തിലുള്ള സന്തോഷമൊക്കെയും പുറത്തു പോകുന്നു. In our life, നമ്മുടെ ജീവിതത്തിൽ we must praise God at all times. എല്ലായ്പ്പോഴും ദൈവത്തെ സ്തുതിക്കണം. People of God, when for idol worship, they become haters of God. ദൈവജനം വിഗ്രഹാരാധന കഴിച്ചപ്പോൾ അവർ ദൈവത്തെ വെറുക്കുന്നവരായി തീർന്നു. In Exodus chapter 20 verse 5, when we read, പുറപ്പാട് പുസ്തകം 20 അധ്യായം 5 വാക്യം നാം വായിക്കുമ്പോൾ, Thou shalt not bow down thyself to them, nor serve them, for I the Lord God, I am a zealous God, visiting the iniquity of fathers upon children, and third and fourth generation of them that hate me. അവയെ നമസ്കരിക്കുകയോ സേവിക്കുകയോ ചെയ്യരുത്. നിന്റെ ദൈവമായ യഹോവയായ ഞാൻ തീക്ഷ്ണതയുള്ള ദൈവമാകുന്നു. എന്നെ പകയ്ക്കുന്നവരിൽ പിതാക്കന്മാരുടെ അകൃത്യം 3-ാമത്തെയും 4-ാമത്തെയും തലമുറ വരെ മക്കളുടെ മേൽ സന്ദർശിക്കുകയും എന്നെ സ്നേഹിച്ചവന്റെ കൽപ്പനകൾ പ്രമാണിക്കുന്നവർക്ക് 1000 തലമുറ വരെ ദയ കാണിക്കുകയും ചെയ്യുന്നു. Here, hating God shows off idol worship. ഇവിടെ ദൈവത്തെ വെറുക്കുക എന്നാൽ വിഗ്രഹാരാധനയെ കുറിക്കുന്നു. That we can say, loving anything more than God. അതിന് നാം ദൈവത്തെക്കാൾ ഉപരിയായി മറ്റെന്തിനേയും സ്നേഹിക്കുന്നതിനെ കുറിക്കുന്നു. That is idol worship in New Testament. അത് അത്രേ പുതിയ നിയമത്തിൽ വിഗ്രഹാരാധന. And when we love anything more than God, നമ്മുടെ ദൈവത്തെക്കാൾ ഉപരിയായി മറ്റെന്തിനേയും സ്നേഹിച്ചാൽ, we are not loving God, we are hating God. നാം ദൈവത്തെ അല്ല സ്നേഹിക്കുന്നത്, അനുപകരമായി അവനെ വെറുക്കുന്നു. We may pray, നാം പ്രാർത്ഥിക്കുമായിരിക്കും, we may read word of God, നാം ദൈവവചനം വായിക്കുമായിരിക്കും, we may attending church meetings, നാം സഭായോഗങ്ങളൊക്കെയും പങ്കെടുക്കുമായിരിക്കും. but in action, God counts us as haters of God. എങ്കിലുമോ പ്രവൃത്തിയിൽ ദൈവം നമ്മെ ദൈവത്തെ വെറുക്കുന്നവരായിട്ടാകുന്നു കണക്കാക്കുന്നത്. In John the Gospel 7:7 it is written, യോഹന്നാന്റെ സുവിശേഷം 7 അധ്യായം 7 വാക്യം വായിക്കുമ്പോൾ, The world can not hate you, but me it hateth. ലോകത്തിന് നിങ്ങളെ വെറുക്കുവാൻ കഴിയില്ല, എങ്കിലുമോ എന്നെ അത് വെറുക്കുന്നു. Because I testify of it that the works thereof are evil. എന്തുകൊണ്ടെന്നാൽ അതിന്റെ പ്രവൃത്തികൾ ദോഷമുള്ളവ എന്ന് ഞാൻ അതിനെക്കുറിച്ച് സാക്ഷ്യം പറയുന്നത് കൊണ്ട്. He testify world and its works are evil, therefore this world start hating him. ലോകവും അതിന്റെ പ്രവൃത്തികളും ദോഷമുള്ളവയാകുന്നു എന്നവൻ സാക്ഷ്യം പറയുന്നു. അതുകൊണ്ട് ഈ ലോകം അവനെ പകയ്ക്കുന്നു. When we love this world, നാം ഈ ലോകത്തെ സ്നേഹിക്കുമ്പോൾ, the love which we have towards this world, ഈ ലോകത്തോടുള്ള നമ്മുടെ സ്നേഹം that reveals that we are hating God. നാം ദൈവത്തെ വെറുക്കുന്നു എന്നതിനെ വെളിപ്പെടുത്തുന്നു. Because this world hated God. എന്തുകൊണ്ടെന്നാൽ ഈ ലോകം ദൈവത്തെ പകയ്ക്കുന്നു. This world hated Jesus. ഈ ലോകം യേശുവിനെ This പകയ്ക്കുന്നു. world crucified Jesus. ഈ ലോകം യേശുവിനെ ക്രൂശീകരിച്ചു. And because he testified this world is evil. എന്തുകൊണ്ടെന്നാൽ ഈ ലോകം പാപമുള്ളത് എന്നവൻ സാക്ഷീകരിച്ചു. Many reasons behind his crucifixion. One was he testified this world is evil world. ഈ ലോകം ദോഷമുള്ളവയെന്നാകുന്നു അവൻ സാക്ഷ്യം പറഞ്ഞതിൽ ഒരു സാക്ഷ്യം. That's why they crucified him. അതുകൊണ്ടത്രേ അവനെ ക്രൂശീകരിച്ചത്. Now, when we love this world, നാം ഈ ലോകത്തെ സ്നേഹിക്കുമ്പോൾ secretly we are hating God. രഹസ്യമായിട്ട് നാം ദൈവത്തെ പകയ്ക്കുന്നു. We are going hand with this world and we are hating God. ഈ ലോകത്തോട് കൈയോട് കൈ ചേർന്ന് നാം പോയിക്കൊണ്ട് ദൈവത്തെ വെറുക്കുന്നു. Another thing, മറ്റൊരു കാര്യം, when we have pride and arrogancy in our life, നമ്മുടെ ജീവിതത്തിൽ നിഗളവും ദുശാഠ്യവും ഉള്ളപ്പോൾ, God resisteth the proud. ദൈവം നിഗളികളോട് എതിർത്ത് നിൽക്കുന്നു. He giveth grace to the humble. അവൻ താഴ്മയുള്ളവർക്കോ കൃപ നൽകുന്നു. Or in other words, having pride and arrogancy, we are hating God. ഇല്ല എങ്കിൽ ദുശാഠ്യമുള്ളവരായ നിഗളമുള്ളവരായ നമ്മുടെ ജീവിതത്തിൽ നാം കാണപ്പെടുന്നുവെങ്കിൽ നാം ദൈവത്തെ വെറുക്കുകയാകുന്നു. So eventually that person become a hater of God. ആത്യന്തികമായി ആ വ്യക്തി ദൈവത്തെ പകയ്ക്കുന്നവനായി തീരുന്നു. Then he goes to the next step. അതിനുശേഷമായി അവൻ അടുത്ത പടിയിലേക്ക് പോകുന്നു. He start resisting God. അവൻ ദൈവത്തോട് എതിർത്ത് നിൽക്കുവാൻ He ശ്രമിക്കുന്നു. started resisting Holy Spirit. അവൻ പരിശുദ്ധാത്മാവിനെ എതിർത്ത് നിൽക്കുവാൻ He ശ്രമിക്കുന്നു. become rebellion. അവൻ മത്സരിയായി തീരുന്നു. He becomes stiff-necked. അവൻ ദുശാഠ്യമുള്ളവനായി തീരുന്നു. And in his life, he don't want to go to that, but eventually, slowly, his character change in that way.
ഈ ജീവിതത്തിൽ അവന് അപ്രകാരമായി തീരുവാൻ അവൻ ആഗ്രഹമില്ല എങ്കിലുമോ ക്രമേണയായി അപ്രകാരം അവൻ ആയിത്തീരുന്നു. That's why in Psalms 78:8 when we read അതുകൊണ്ടാകുന്നു 78-ാം സങ്കീർത്തനം 8-ാം വാക്യത്തിൽ നാം വായിക്കുമ്പോൾ about people of Israel, it is written, ഇസ്രായേൽ ജനത്തെ കുറിച്ച് ഇങ്ങനെ എഴുതിയിരിക്കുന്നു: they might not be as their fathers, stubborn and rebellious generation, and generation that set not their heart aright, and whose spirit was not steadfast with God. തങ്ങളുടെ പിതാക്കന്മാരെ പോലെ ശാഠ്യവും മത്സരവുമുള്ള തലമുറയായി ഹൃദയത്തെ സ്ഥിരമാക്കാതെ ദൈവത്തോട് അവിശ്വസ്ത മനസ്സുള്ള ഒരു തലമുറയായി തീരാതിരിക്കുകയും How ചെയ്യുന്നു. fathers were? എങ്ങനെയാകുന്നു പിതാക്കന്മാരുണ്ടായിരുന്നത്? They were stubborn, അവർ ശാഠ്യമുള്ളവരായിരുന്നു, rebellious, മത്സരമുള്ളവരായിരുന്നു, a generation that set not their heart aright. ഹൃദയത്തെ സ്ഥിരമാക്കാത്ത തലമുറയായിരുന്നു, Their spirit was not steadfast with God. ദൈവത്തോട് അവിശ്വസ്ത മനസ്സുള്ളവരായിരുന്നു. In Nehemiah chapter 9 verse 16 when we read, നെഹമ്യാവിന്റെ പുസ്തകം 9-ാം അധ്യായം 16-ാം വാക്യം വായിക്കുമ്പോൾ, but they and our fathers dealt proudly and hardened their necks and hearkened not to thy commandments. എങ്കിലും അവർ പിതാക്കന്മാരും അഹങ്കരിച്ചു ദുശാഠ്യം കാണിച്ചു, നിന്റെ കൽപ്പനകളെ കേൾക്കാതിരുന്നു, അനുസരിപ്പാൻ അവർക്ക് മനസ്സില്ലാതിരുന്നു. Yes, they dealt proudly, അതെ, അവർ ദുശാഠ്യം കാണിച്ചു, hardened their necks, അവർ അഹങ്കരിച്ചു, hearkened not the commandments. കൽപ്പനകളെ കേൾക്കാതിരുന്നു. In such a way, they refused to obey God. ആ രീതിയിൽ ദൈവത്തെ അനുസരിപ്പാൻ അവർ അനുസരിക്കുന്നത് Unto നിരാകരിച്ചു. them so many blessings God has given. അവർക്ക് ദൈവം അനേക അനുഗ്രഹങ്ങൾ നൽകിയിരുന്നു. Worship, ആരാധന, law, നിയമങ്ങൾ, all the rituals, അപ്രകാരം അനേക ചടങ്ങുകൾ, so many things they got it. അങ്ങനെ അനേക കാര്യങ്ങൾ നൽകിയിരുന്നു. They received everything, എല്ലാം പ്രാപിച്ചു, but they reject God. എങ്കിലുമോ ദൈവത്തെ നിരാകരിച്ചു, They rebelled against God. ദൈവത്തിന്റെ വിരോധമായി മത്സരിച്ചു. They become stiff-necked അവർ ദുശാഠ്യമുള്ളവരായി തീർന്നു. because they start forgetting God first. എന്തുകൊണ്ടെന്നാൽ ഒന്നാമതായി ദൈവത്തെ മറക്കുവാൻ അവർ ആരംഭിച്ചു, As second, they become haters of God, രണ്ടാമതായി ദൈവത്തെ വെറുക്കുന്നവരായി തീർന്നു. and they loved rituals, they loved worship, they loved other things. Outwardly, whatever they had, they loved it, but in reality, they hated God. അവർ ചടങ്ങുകളും പ്രമാണങ്ങളും ആരാധനയും ബാഹ്യമായിട്ടുണ്ടായിരുന്നൊക്കെയും സ്നേഹിച്ചു, എങ്കിലുമോ ആന്തരികമായി ദൈവത്തെ പകച്ചു. Now, present world doing the same. ഇപ്പോഴത്തെ തലമുറയും അത് തന്നെയാകുന്നു ചെയ്യുന്നത്. They are worshipping God. ദൈവത്തെ അവർ ആരാധിക്കുന്നു, They are doing all rituals, അവർ എല്ലാ ചടങ്ങുകളും പ്രമാണിക്കുന്നു, but in actions, they are hating God. എങ്കിലുമോ പ്രവൃത്തിയിൽ ദൈവത്തെ വെറുക്കുന്നു. They become stiff-necked. അവർ ദുശാഠ്യമുള്ളവരായി തീരുന്നു. They are not willing to obey to the commandments of God. ദൈവത്തിന്റെ കൽപ്പനകളെ അനുസരിക്കുന്നത് അവർക്ക് ഇഷ്ടമല്ലാതിരിക്കുന്നു. Totally, they don't want to surrender themselves. മുറ്റുമായി ദൈവത്തിന് സമർപ്പിക്കുവാൻ അവർ When ആഗ്രഹമില്ലാത്തവരായിരുന്നു. they go like this, അങ്ങനെ അവർ കടന്നു പോകുമ്പോൾ and slowly they become enemies. ക്രമേണയായി ശത്രുക്കളായി തീരുന്നു. They keep enmity in their heart. അവരുടെ ഹൃദയത്തിൽ അവർ ശത്രുത്വം This വെക്കുന്നു. start happening one by one. ഇത് ഓരോന്നായിട്ട് സംഭവിക്കുന്നു. Then carnal thoughts start living in their lives. അപ്പോൾ പ്രാകൃതമായ ചിന്തകളൊക്കെയും ജീവിതത്തിൽ ജീവിക്കുവാൻ തുടങ്ങുന്നു. In Romans chapter 8 verse 7 when we read, റോമാലേഖനം 8-ാം അധ്യായം 7-ാം വാക്യം വായിക്കുമ്പോൾ, carnal mind is enmity against God. ജഡചിന്ത ദൈവത്തോട് ശത്രുത്വമാകുന്നു. It is not subject to law of God, neither indeed can be. അത് ദൈവത്തിന്റെ ന്യായപ്രമാണത്തിന് കീഴ്പ്പെടുന്നില്ല, കീഴ്പ്പെടുവാൻ കഴിയുന്നതുമല്ല. When we say carnality, നാം പ്രാകൃത ചിന്ത എന്ന് പറയുമ്പോൾ immediately we think about only filthy thoughts. നാം ദുഷ്ടമായ ചിന്തകളെ കുറിച്ച് മാത്രമാകുന്നു എന്ന് ചിന്തിക്കുന്നു. It does not refer only the filthy thoughts. ആ ദുഷ്ട ചിന്തകളെ കുറിച്ച് മാത്രമല്ല അത് പറയുന്നത്. In 1 Corinthians chapter 3 verse 3 and 4 when we read കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 3-ാം അധ്യായം 1 മുതൽ 3 വരെ വായിക്കുമ്പോൾ, about Corinthians, St. Paul says, കൊരിന്ത്യ സഭയെ കുറിച്ച് വിശുദ്ധ പൗലോസ് പറയുന്നു, are ye not carnal? നിങ്ങൾ ജഡീകന്മാരല്ലയോ? For as there is among you envying, എന്തുകൊണ്ടെന്നാൽ നിങ്ങളിൽ അസൂയയുണ്ട്, strife, നിങ്ങളിൽ ഈർഷ്യയും പിണക്കവുമുണ്ട്, divisions. ഭിന്നിപ്പുണ്ട്. Are ye not carnal? നിങ്ങൾ ജഡീകരല്ലയോ? Walk as men. മനുഷ്യരെ പോലെ നിങ്ങൾ നടക്കുന്നില്ലയോ? While one saith, I am of Paul, and another, I am of Apollos. ഒരുത്തൻ ഞാൻ പൗലോസിന്റെ പക്ഷക്കാരനെന്നും മറ്റൊരുത്തൻ ഞാൻ അപ്പോലോസിന്റെ പക്ഷക്കാരനെന്നും പറയുന്നു. Are ye not carnal? നിങ്ങൾ ജഡീകന്മാരല്ലയോ? If anyone have carnality, ആർക്കെങ്കിലും ജഡീകത്വം ഉള്ളപ്പോൾ in their life, envy will be there, അവരുടെ ജീവിതത്തിൽ ഈർഷ്യയുണ്ടാകും, strife will be there, പിണക്കമുണ്ടാകും, and divisions will be there, ഭിന്നതയുണ്ടാകും, partiality will be there. ഭാഗവേഗം ഉണ്ടാകും. Like that, so many carnal characters start manifesting through them. അപ്രകാരം ജഡികമായ അനവധിയായ സ്വഭാവങ്ങൾ അവരുടെ ജീവിതത്തിൽ വെളിപ്പെടുവാൻ തുടങ്ങും. Not only that, അത് മാത്രമല്ല, in their life, wicked thoughts will start living. അവരുടെ ജീവിതത്തിൽ ദുഷ്ടചിന്ത ജീവിക്കുവാൻ തുടങ്ങും. Colossians chapter 1:21 when we read കൊലോസ്യ ലേഖനം 1-ാം അധ്യായം 21-ാം വാക്യം വായിക്കുമ്പോൾ, about believers, he says വിശ്വാസികളെ കുറിച്ച് ഇങ്ങനെ പറയുന്നു, that ye were sometime alienated and enemies in your mind by wicked works.
ആ ദുഷ്ട പ്രവൃത്തികളാൽ മനസ്സുകൊണ്ട് അകന്നവരായിരുന്നു. Yes, their life, wicked works, wicked thoughts were there. അവരുടെ ജീവിതത്തിൽ ദുഷ്പ്രവൃത്തികൾ ഇല്ല എങ്കിൽ ദുഷ്ട ചിന്തകളുണ്ടായിരുന്നു. Like that, they keeping everything, they become enemies of God. അങ്ങനെ അതൊക്കെയും അവർ വെച്ചു പുലർത്തിയത് മൂലമായി ദൈവത്തിന് ശത്രുക്കളായി തീർന്നു. As step by step, devil takes a person to keep, or that person as a weapon in his hand to fight against God. പടിപ്പടിയായി ആ വ്യക്തിയെ ദൈവത്തിന് വിരോധമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു ആയുധമാക്കി പിശാച് മാറ്റുന്നു. Devil can't fight against God പിശാചിന് ദൈവത്തിന് വിരോധമായി പോരാടുവാൻ കഴിയുകയില്ല. because on the cross of Calvary, he has crushed his head. എന്തുകൊണ്ടെന്നാൽ കാൽവരി ക്രൂശിൽ അവന്റെ തല തകർത്തതാകുന്നു. He lost his power. അവന്റെ ശക്തി ക്ഷയിച്ചതായിരുന്നു. And he is not having any way other than making a person or making a man as a weapon in his hand. ഒരു മനുഷ്യനെ അവന്റെ കയ്യിലെടുത്തൊരു ആയുധമായി ഉപയോഗിക്കുകയല്ലാതെ മറ്റു മാർഗം അവനില്ല. So what he does, അതുകൊണ്ട് അവൻ എന്ത് ചെയ്യുന്നു? takes a person in his hand and through him he fights against God. ഒരു വ്യക്തിയെ തന്റെ കയ്യിലെടുത്ത് അവനിലൂടെ അവൻ ദൈവത്തിന് വിരോധമായി പ്രവർത്തിക്കുന്നു. Thus he wants to separate that person from away from Christ forever. അപ്രകാരം എന്നേക്കുമായി ക്രിസ്തുവിൽ നിന്ന് അവനെ അകറ്റുവാനും ശ്രമിക്കുന്നു. In our life, നമ്മുടെ ജീവിതത്തിൽ if we have that character, ആ സ്വഭാവം നമുക്കുണ്ടെങ്കിൽ we must repent and come back to God. നാം അനുതപിച്ച് ദൈവത്തിലേക്ക് വണങ്ങി വരണം. In the book of James chapter 4 verse 4, when we read, യാക്കോബിന്റെ ലേഖനം 4-ാം അധ്യായം 4-ാം വാക്യം വായിക്കുമ്പോൾ, ye adulteresses, know ye not the friendship of the world is enmity with God? വ്യഭിചാരിണികളായുള്ളവരെ ലോകസ്നേഹം ദൈവത്തോട് ശത്രുത്വം ആകുന്നു എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? Whosoever therefore will be friend of this world is the enmity of God. ആകയാൽ ലോകത്തിന്റെ സ്നേഹിതനാകുവാൻ ഇച്ഛിക്കുന്നവനെല്ലാം ദൈവത്തിന്റെ ശത്രുവായിത്തീരുന്നു. Whosoever therefore will be the friend of the world is enmity of God. അതുകൊണ്ട് ലോകത്തെ സ്നേഹിക്കുന്നവനെല്ലാം ദൈവത്തിന് ശത്രുവായിത്തീരുന്നു. What is world? ലോകം എന്നാൽ എന്ത്? In 1 John chapter 2 verse 15 and 16, when we read, 1 യോഹന്നാൻ 2-ാം അധ്യായം 15-16 വാക്യങ്ങൾ വായിക്കുമ്പോൾ, love not the world, ലോകത്തെ സ്നേഹിക്കരുത്, neither the things that are in the world. ലോകത്തിലുള്ളതിനെയും സ്നേഹിക്കരുത്. If any man love the world, the love of Father is not in him. ഒരുവൻ ലോകത്തെ സ്നേഹിക്കുന്നുവെങ്കിൽ അവനിൽ പിതാവിന്റെ സ്നേഹമില്ല. For all that is in the world, the lust of the flesh and the lust of the eye and the pride of life. എന്തുകൊണ്ടെന്നാൽ ഈ ലോകത്തിൽ ഉള്ളതൊക്കെയും ജഡമോഹം, കൺമോഹം, ജീവനത്തിന്റെ പ്രതാപം ഇങ്ങനെയാകുന്നു. Yes, this is what is in this world. ഇതൊക്കെയാകുന്നു ഈ ലോകത്തിലുള്ളത്. If any man love these things, ആരെങ്കിലും ഈ കാര്യങ്ങളെ സ്നേഹിച്ചാൽ they are eventually becoming enemy unto God. ആത്യന്തികമായി അവൻ ദൈവത്തിന് ശത്രുവായിത്തീരുന്നു. Finally, അവസാനമായി that person starts striving against God. ആ വ്യക്തി ദൈവത്തോട് പോരാടുവാൻ തുടങ്ങുന്നു. That person starts fighting against God. ആ വ്യക്തി ദൈവത്തിന് വിരോധമായി പോരാടുവാൻ തുടങ്ങുന്നു. All his thoughts, അവന്റെ എല്ലാ ചിന്തകളും, all his deeds, അവന്റെ പ്രവർത്തികൾ, all his actions and reactions, that becoming a striving against God. അവന്റെ എല്ലാ ക്രിയകളും പ്രതിക്രിയകളും എല്ലാം ദൈവത്തിന് വിരോധമായി യുദ്ധം ചെയ്യുന്നതായി തീരുന്നു. They don't remember they are dust and ashes. അവർ വെറും പൊടിയും വെണ്ണീറുമാകുന്നു എന്ന് അവർ ചിന്തിക്കുന്നില്ല. In Isaiah chapter 45:9, when we read, യെശയ്യാ പ്രവചനം 45-ന്റെ 9-ാം വാക്യത്തിൽ നാം വായിക്കുമ്പോൾ, woe unto him that striveth with his maker. സൃഷ്ടാവിന് വിരോധമായി യുദ്ധം ചെയ്യുന്നവന് അയ്യോ കഷ്ടം. And let the potsherd strive with the potsherd of the earth. മനയുന്നവനോട് കളിമണ്ണ് നീ എന്തുണ്ടാക്കുന്നു എന്ന് ചോദിക്കുന്നുവോ? And shall the clay say to him that fashion it, what maketh thou, or thy works, he hath no hands? മനയുന്നവനോട് കളിമണ്ണ് നീ എന്തുണ്ടാക്കുന്നുവെന്നും കൈപ്പണി അവന് കൈ ഇല്ല എന്നും പറയുമോ? In Romans chapter 9 verse 20, when we read, റോമാലേഖനം 9-ാം അധ്യായം 20-ാം വാക്യം വായിക്കുമ്പോൾ, nay, but, O man, who art thou that replayest against God? ദൈവത്തിന് വിരോധമായി സംസാരിക്കുന്ന നീ ആർ? Shall the thing formed say to him that is formed it, why hast thou made me thus? ഇതിനു വേണ്ടി നീ ഇപ്രകാരം ഉണ്ടാക്കി എന്ന് നീ അവനോട് ചോദിക്കുമോ? Dear brother, dear sister, സഹോദര സഹോദരി, many, they don't know they are fighting against God, പലരും ദൈവത്തിന് വിരോധമായിട്ടാകുന്നു അവർ പോരാടുന്നതെന്ന് അവർ അറിയാതിരിക്കുന്നു. but they are fighting against God. എങ്കിലും അപ്രകാരം ചെയ്യുന്നു. In the book of Numbers chapter 26 verse 9, when we read, സംഖ്യാപുസ്തകം 26-ാം അധ്യായം 9-ാം വാക്യം വായിക്കുമ്പോൾ, when in Eliab, Dathan, Abiram fought against Moses and Aaron, അബീരാം മോശയ്ക്കും അഹരോനും വിരോധമായി പ്രവർത്തിച്ചപ്പോൾ what God said, ദൈവം എന്താകുന്നു പറഞ്ഞത്? who strove against Moses and against Aaron in the company of Korah, when they strove against the Lord. മോശയ്ക്കും അഹരോനും വിരോധമായിട്ട് അവർ പോരാടിയപ്പോൾ അവർ യഹോവയ്ക്ക് വിരോധമായിട്ടാകുന്നു പോരാടിയതെന്ന് പറയുന്നു. They start fighting against Moses and Aaron. Word of God says they strove against God. അവർ മോശയ്ക്കും അഹരോനും വിരോധമായിട്ടാകുന്നു പോരാടിയത്, മത്സരിച്ചത്. എങ്കിലുമോ ദൈവത്തിന് വിരോധമായി മത്സരിച്ചെന്ന് ദൈവവചനം പറയുന്നു. Here Pharisees, they try to put them to death. ഇവിടെ പരീശന്മാർ അവരെ കൊല്ലുവാൻ ശ്രമിച്ചു. Early saints and apostles.
ആദ്യ അപ്പോസ്തലന്മാരും വിശുദ്ധന്മാരും. What Gamaliel said, ഗമാലിയേൽ എന്ന് പറഞ്ഞു, don't fight against God. ദൈവത്തിന് വിരോധമായി പോരാടരുത്. You are not fighting against them. നിങ്ങൾ അവർക്ക് വിരോധമായിട്ടല്ല പോരാടുന്നത്, You are fighting against God. ദൈവത്തിന് വിരോധമായിട്ട് അത്രേ പോരാടുന്നത്. You are not fighting against saints. നിങ്ങൾ വിശുദ്ധന്മാർക്ക് വിരോധമായിട്ടല്ല പോരാടുന്നത്, You are not fighting against servants of God. കർത്തൃ ശുശ്രൂഷക്ക് വിരോധമായിട്ടല്ല പോരാടുന്നത്, But you are fighting against God. അതിന് പകരമായി ദൈവത്തോട് അത്രേ പോരാടുന്നത്. And children, when they fight against parents, കുഞ്ഞുങ്ങൾ മാതാപിതാക്കളോട് പോരാടുമ്പോൾ they are not fighting against parents, they are fighting against God. അവർ മാതാപിതാക്കളോടല്ല പിന്നെയോ ദൈവത്തോട് അത്രേ പോരാടുന്നത്. When we are fighting against leaders, we are not fighting against leaders, but against God. നാം നടത്തിപ്പുകാർക്ക് വിരോധമായി പോരാടുമ്പോൾ നടത്തിപ്പുകാർക്ക് വിരോധമായിട്ടല്ല പിന്നെയോ ദൈവത്തിന് വിരോധമായി പോരാടുന്നു. Like that, He put our life in a very problematic place. അപ്രകാരം നമ്മുടെ ജീവിതം പ്രശ്നാധിഷ്ഠിതമായ ഒരു സ്ഥലത്തായി നാം വെച്ചിരിക്കുന്നത്. What we are to fight against God. ദൈവത്തിന് വിരോധമായി പോരാടുവാൻ നാം Our God is loving God. നമ്മുടെ ദൈവം സ്നേഹവാനായ He ദൈവം. is silently observing us. അവൻ മൗനമായിട്ട് സകലവും വീക്ഷിക്കുന്നു. Because we are in grace period, എന്തുകൊണ്ടെന്നാൽ നാം കൃപായുഗത്തിലായിരിക്കുന്നു. He is giving times and seasons. അവൻ സമയങ്ങളും കാലങ്ങളും ദീർഘിപ്പിച്ചു തരുന്നു. And He loves us. He invites us, come unto me. അവൻ നമ്മെ സ്നേഹിക്കുകയും എന്റെ അടുക്കിലേക്ക് വരിക എന്നവൻ നമ്മെ സ്വാഗതം ചെയ്യുകയും We ചെയ്യും. are wicked by our wicked works, we are enemy unto God, still He loves us. നാം ദുഷ്ടന്മാരാകുന്നു, നമ്മുടെ ദുഷ്പ്രവൃത്തികൾ മൂലമായിട്ട് അവന് ശത്രുക്കളാകുന്നു, എങ്കിലുമോ അവൻ നമ്മെ സ്നേഹിക്കുന്നു. So in these days we must be very careful. അതുകൊണ്ട് ഈ കാലങ്ങളിൽ നാം വളരെയധികം Am I forgetting God? ഞാൻ ദൈവത്തെ മറന്നു കളയുന്നുവോ? By my character I am hating God. എന്റെ സ്വഭാവത്താൽ ഞാൻ ദൈവത്തെ വെറുക്കുന്നുവോ? Lord, I am starting rebelling against God. കർത്താവേ, ഞാൻ നിനക്ക് വിരോധമായി മത്സരിക്കുന്നുവോ? Or am I still a stiff-necked? അതോ ഞാൻ ഇപ്പോഴും ദുശാഠ്യമുള്ളവനാകുന്നുവോ? Or I am becoming enemy to God? അതോ ദൈവത്തിന് വിരോധമായി ഞാൻ Or in my ശത്രുതയുള്ളവനാകുന്നുവോ? character I am fighting back to God? അതോ എന്റെ സ്വഭാവം മൂലമായിട്ട് ദൈവത്തോട് പോരാടുന്നുവോ? If there is anything like that, അതങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ in these days we must ask grace from God that we may reconcile to God. ഈ നാളുകളിൽ ദൈവത്തോട് നാം നിരപ്പായി തീരുവാൻ തക്കവണ്ണം ദൈവത്തിന് നാം മടങ്ങി വരണം. What St. Paul says? വിശുദ്ധ പൗലോസ് എന്ത് പറയുന്നു? Knowing the terror of God, we pursue men. ദൈവത്തിന്റെ ഭയങ്കരത്വം മനസ്സിലായിക്കൊണ്ട് നാം മനുഷ്യരെ പ്രേരിപ്പിക്കുന്നു. We are pleading with you. നാം നിങ്ങളോട് യാചിക്കുന്നു, And be reconciled with God. ദൈവത്തോട് നിരപ്പ് പ്രാപിച്ചുകൊള്ളുക. Don't keep enmity. Don't keep any distance. നീ ശത്രുത്വം വെക്കരുത്, ദൈവവുമായി അകന്നു പോകരുത്. And don't keep God far away from you. ദൈവത്തെ നിങ്ങൾ നിന്ന് അകറ്റരുത്. If there is any gap, ഇവിടെ അല്പമെങ്കിലും ദൂരമുണ്ടെങ്കിൽ in that gap devil will come. ആ വിടവിൽ പിശാച് വന്നിരിക്കും. And that gap will become a bigger and bigger. ആ വിടവ് പിന്നെ വളരെ വലുതായി So dear children of God, അതുകൊണ്ട് പ്രിയ ദൈവമക്കളെ, let us once again reconcile with God. വീണ്ടുമായി ദൈവത്തോട് നിരപ്പ് പ്രാപിക്കാം. Let us ask the Lord, ദൈവത്തോട് ചോദിക്കാം, Lord, keep me by thy side. കർത്താവേ, അങ്ങയുടെ പക്ഷത്തന്നെ ആക്കണമേ. Draw me closer to you. എന്നെ അങ്ങയിലേക്ക് വലിച്ചടിപ്പിക്കണമേ. Lord, every day let me come closer and still more closer. നാൾ തോറും ഞാൻ കർത്താവേ അങ്ങയുടെ അടുക്കട്ടെ, വീണ്ടുമായി അടുക്കട്ടെ. More than ever before, I must live closer to you. മുമ്പെന്നേക്കാളും ഉപരിയായിട്ട് ഞാൻ അധികമായി അടുത്തു വരട്ടെ. In between you and me, there should not be any gap. നിനക്കും എനിക്കും ഇടയിൽ യാതൊരു വിടവും ഉണ്ടാകരുത്. In between you and me, no man, nothing of this world should come. നിനക്കും എനിക്കും ഇടയ്ക്ക് മനുഷ്യനോ മറ്റാരും ഒന്നുമോ വരരുത്. Lord, only you and me. നീയും ഞാനും മാത്രം കർത്താവേ. Lord, let me come to that place. കർത്താവേ, ഞാൻ ആ സ്ഥലത്തേക്ക് വരട്ടെ. Every day let me know you more and more. നാൾ തോറും ഞാൻ അങ്ങേ അധികമായി അറിയട്ടെ. Let me love you more and more. അങ്ങേ അധികമായി സ്നേഹിക്കട്ടെ. More than ever before. മുമ്പത്തേക്കാളും ഉപരിയായി. More than ever in my life, let me love you, let me understand you. എന്റെ ജീവിതത്തിൽ മുമ്പത്തേക്കാൾ ഉപരിയായിട്ട് ഞാൻ അങ്ങേ സ്നേഹിക്കട്ടെ, അങ്ങോട്ട് അടുത്ത് വരട്ടെ. Come, let us all stand in the presence of God. ദൈവസന്നിധിയിൽ നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. Let us all surrender our lives. നമ്മുടെ ജീവിതങ്ങളെ ഏൽപ്പിച്ചു കൊടുക്കാം. Let us ask the Lord, കർത്താവിനോട് ചോദിക്കാം, Lord, in any of my life, any of my areas, many times I've forgotten you. Lord, forgive me. കർത്താവേ, എന്റെ ജീവിതത്തിൽ പലവിധമായ സാഹചര്യങ്ങളിൽ പല ഭാഗങ്ങളിൽ ഞാൻ അങ്ങയെ മറന്നുപോയി, എന്നോട് ക്ഷമിക്കണമേ. And eventually, without praising God, I hated you. ആത്യന്തികമായി കർത്താവേ, അങ്ങയെ സ്തുതിക്കാതെ വണ്ണം ഞാൻ അങ്ങയെ വെറുക്കുന്നവനായി തീർന്നു. Many times I rebelled against you. പലപ്പോഴും അങ്ങേക്ക് വിരോധമായി മത്സരിച്ചു. I hardened my heart. എന്റെ ഹൃദയത്തെ കഠിനമാക്കി. I stiffened my neck. ഞാൻ ദുശാഠ്യമുള്ളവനായി തീർന്നു. I spoke against you, worked against you. അങ്ങേക്ക് വിരോധമായി കർത്താവേ ഞാൻ പ്രവർത്തിക്കുകയും സംസാരിക്കുകയും ചെയ്തു. I become enemy. ഞാൻ ശത്രുവായി തീർന്നു. Lord, even I fought against you. കർത്താവേ, അങ്ങേക്ക് വിരോധമായി യുദ്ധം പോലും ചെയ്തു. I surrender my life. ഞാൻ എന്റെ ജീവിതത്തെ സമർപ്പിക്കുന്നു. Once again, draw me closer to you. ഒരിക്കൽ കൂടി അങ്ങോട്ട് എന്നെ അടുപ്പിക്കണമേ. Cross is waiting for you. ക്രൂശ് നിനക്കായി കാത്തിരിക്കുന്നു. It wants to reconcile you with God. ദൈവവുമായി നിന്നെ നിരപ്പിക്കുവാൻ അത് ആഗ്രഹിക്കുന്നു. It wants to connect you with God. ദൈവവുമായി നിന്നെ ബന്ധിപ്പിക്കുവാൻ അത് ശ്രമിക്കുന്നു. Come, let us all surrender ourselves. May the Lord help us all. നമ്മെ തന്നെ സമർപ്പിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.